ജാസ്മിനെ. ജാസ്മിനെ. ഇത് എടുക്കാനല്ല അത് ഇടണോട്ടാ അത് കട്ടിങ്ങില്. ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഹേന. ഞാൻ സാധാരണയായി ചെയ്യാറുള്ള വീഡിയോയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വലിയ സെലിബ്രിറ്റി അല്ലാത്ത, അധികം അറിയപ്പെടാത്ത, എന്നാൽ നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാവുന്ന ഒരു കുഞ്ഞ് ആർട്ടിസ്റ്റ് ജാസ്മിൻ മുന്ന. ഏറെ കാലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഇന്റർവ്യൂ എടുക്കണമെന്നുള്ളത്. പക്ഷെ ഭയങ്കര സ്റ്റാർട്ടിങ് പ്രോബ്ലം, ആരെ, എവിടെ, എങ്ങനെ എന്നൊക്കെ. അപ്പോൾ ആ സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്നിലൂടെ അങ്ങ് തീർക്കാമെന്ന് ജാസ്മിൻ ഷെയർ ചെയ്തു. അപ്പോൾ നമുക്ക് ജാസ്മിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഹായ് ജാസ്മിൻ. ഹലോ. അപ്പോൾ ഇതാണ് ജാസ്മിൻ മുന്ന. അപ്പോൾ നമുക്ക് ജാസ്മിൻ്റെ ഫാമിലിയെ ആദ്യം പരിചയപ്പെടാം. ഫാമിലിയിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ. എനിക്ക് ഉമ്മ, ബാപ്പ, അനിയത്തി. ബാപ്പയും കൂടെ ഉണ്ടെന്ന് പറയാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ബാപ്പയില്ല, 8 വർഷമായി മരിച്ചിട്ട്. പിന്നെ എനിക്കെൻ്റെ ഹസ്ബൻഡ്, 2 മക്കള്, അമ്മ, ചേട്ടൻ, അങ്ങനെയുള്ള ഒരു കുഞ്ഞു ഫാമിലി. അപ്പോൾ അനിയത്തി മാരീഡ് ആണോ? അതെ, അനിയത്തി മാരീഡാണ്. കുട്ടികളൊക്കെ ഉണ്ട്? ഒരു മോളുണ്ട്. ഓക്കെ. വർക്ക് ചെയ്യുന്നുണ്ടോ അനിയത്തി? ഇല്ല, വർക്ക് ചെയ്യുന്നു. ഹൗസ് വൈഫ് തന്നെയാണ്. പിന്നെ ഹസ്ബൻഡ് പേരെന്താ? ഹസ്ബൻഡ് പേര് കണ്ണൻ, ഓട്ടോ ഓടിക്കുക. അപ്പോൾ മക്കളെ കുറിച്ച് പറയും. മോൻ്റെ പേര് ആദിൽ, 7th സ്റ്റാൻഡേർഡിൽ. മോള് അദ്ർഗ, പ്ലേ ക്ലാസ്സിൽ, പ്രീ KG. ഇപ്പോൾ 2 മക്കളുടെ അമ്മയാണ് അല്ലേ ജാസ്മിൻ? എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ജാസ്മിൻ്റെ സോഷ്യൽ മീഡിയയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ഉള്ള ആളാണ്. തീർച്ചയായും. അപ്പോൾ അതിൽ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ ഉണ്ടാവാതിരിക്കും. ആ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ജാസ്മിൻ്റെ ജീവിതത്തിൽ അവരുടെ പ്രത്യേകത എന്താണ്? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റും. ആദ്യം പറയേണ്ടത്, എനിക്കെപ്പോഴും ഞാനായിട്ട് തന്നെ ഇരിക്കാനാണ് ഇഷ്ടം. അങ്ങനെ എന്നെ അംഗീകരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അതായത് എൻ്റെ ഹാർട്ട് ടച്ച്, എനിക്ക് ഒരുപാട് മനസ്സിൽ കയറിയുണ്ട് 2-3 ഫ്രണ്ട്സ്. 2-3 പറയാൻ പറ്റത്തില്ല കേട്ടോ, ഇപ്പം ലിസ്റ്റ് പറയുമ്പോഴത്തേക്ക് താൻ തന്നെ ചിരിക്കും. അതിൽ അങ്ങനെ തോന്നിയ ഒരാളാണ് താൻ. ആണ് കേട്ടോ, എൻ്റെ ഒരു നല്ലൊരു സുഹൃത്താണ് ഹെന. താങ്ക് യു. പിന്നെ എനിക്ക് സജ്ന, ആശ. സജ്ന ഹൗസ് വൈഫാണ്, ആശ മേക്ക് ഓവർ ആർട്ടിസ്റ്റാണ്. വിദ്യ, വിനു, പിന്നെ ദീപു ക്യാമറമാനാണ്. പിന്നെ അഫ്സല്, ഉണ്ണി, അനു. പിന്നെ എനിക്ക് ഈ ഫീൽഡിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഫീൽഡിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ട്. എനിക്ക് ഇവരെ പോലെ തന്നെ ഞാൻ കാണുന്ന ഒരാൾ, ഷാരി. അതിനുപരിയായിട്ട് എനിക്ക് ഫീൽഡിൽ അങ്ങനെ ഭയങ്കരമായിട്ട് അടുപ്പമുള്ള ഒരാൾ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും, ഞാനിപ്പോൾ പറഞ്ഞ ഇവരെല്ലാ പേരോടും എനിക്ക് ഞാൻ തന്നെയായിട്ട് നിൽക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതാണല്ലോ നമുക്ക് വേണ്ടത്. നമ്മൾ ഒരിക്കലും ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ അഭിനയിച്ച് നമ്മുടെ ക്യാരക്ടർ അല്ലാത്തൊരു രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് നിൽക്കുക, അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. എനിക്കെപ്പോഴും സേഫ് ബോൺ, അത് എൻ്റെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടണം. അപ്പോൾ അതാണ് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സീക്രട്ട്. തീർച്ചയായും. ഇത്രയും പേര് ഓക്കെയാണ് ലൈഫിൽ, പിന്നെ ജാസ്മിന്റെ ലൈഫിലൊക്കെ ഇമ്പോർട്ടൻസ് ആണ്. എന്നാലും വളരെ വളരെ ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടരുതേ എന്ന് തോന്നിയിട്ടുള്ള ഒരു ഫ്രണ്ട്. അങ്ങനെ പറയാൻ പറ്റത്തില്ലടാ എനിക്ക്. അങ്ങനെ പറയാൻ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ലിസ്റ്റിലുള്ള ഒരാളെ പോലും എന്റെ ലൈഫിൽ നിന്ന് മാറ്റാനോ എനിക്ക് പറ്റത്തില്ല. സൂപ്പർ. മനസ്സിലായില്ലേ? ഇപ്പൊ താൻ ഉൾപ്പെടെ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഈ പറഞ്ഞത്. ഇതിന്ന് ഒരാളെ പോലും എനിക്ക് മാറ്റി നിർത്താൻ, മാറി പോകുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, അക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഇന്ന ഒരാൾ അങ്ങനെയില്ല. ഈ പറഞ്ഞ എല്ലാ പേരും എൻ്റെ ഹൃദയത്തിലുള്ള ആൾക്കാരാണ്. ഞാനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൂടെ ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ
ഉള്ള സമയത്തും ഇല്ലാണ്ട് ഞാൻ ഹാപ്പി ആവുമ്പോഴും എപ്പോഴും എന്റെ കൂടെ നിന്ന് എന്റെ സുഖ ദുഃഖങ്ങളിൽ എല്ലാ തീർച്ചയായിട്ടും നല്ല ഗുഡ് ആൻസർ. താങ്ക് യു. ജാസ്മിനെ, ഇനി അടുത്ത് ഞാൻ എന്താണ് ചോദിക്കാൻ പോണെന്നല്ലേ ചിന്തിക്കുന്നത്? അതെ അതെ, അപ്പം ആ ചോദ്യം തുടങ്ങുന്നതിന് മുന്നേ ജാസ്മിനെ ജാസ്മിനെ എന്നാണ്. അപ്പൊ ശരി, പറയണം. അതായത് ജാസ്മിന്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അതായത് എവിടെ എത്തിയാലും എവിടെ ചെന്നാലും പെട്ടെന്ന് ഇത് ഓർമ്മ വരണം, ഈ ഒരു അങ്ങനെ ഒരു ഇൻസിഡന്റ് ലൈഫിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഒന്ന് ഷെയർ ചെയ്യാവോ? തീർച്ചയായിട്ടും. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ ഫീലിംഗ് ആവും കേട്ടോ, അത് ഒന്നും വിചാരിക്കരുത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എല്ലാം മറന്നു പറഞ്ഞു. പിന്നെ തീർച്ചയായിട്ടും പറയാൻ പാടില്ലാത്തതും ഞാൻ പറയരുത് എന്ന് ആഗ്രഹിച്ചതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. പക്ഷെ എന്നാലും ഞാൻ പറയുവാണ്, ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച് വന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വാപ്പ മരണപ്പെട്ട സമയത്ത് എൻ്റെ ഉമ്മാക്ക് സ്ട്രോക്ക് വന്ന ഒരു വശം ഫുള്ളായിട്ട് തളർന്നു പോയി. പിന്നെ അപ്പം ഞാനും എൻ്റെ അനിയത്തിയും ഉമ്മയും മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ജെൻസിൻ്റെ ഒരു ഇതില്ല. ഉണ്ട്, ഞങ്ങളുടെ ഹസ്ബൻഡ്സ് ഉണ്ട്, പക്ഷെ എങ്കിൽ കൂടിയും ഞങ്ങളുടെ ഉമ്മാക്ക് എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്കല്ലേ അറിയാവൂ. ഇതിപ്പോ ഒരു വേറൊരു ഇതാവുമ്പോഴേക്കും പറ്റത്തില്ലല്ലോ. അപ്പൊ അത് ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിന്നൊരു സമയം എനിക്കുണ്ടായിരുന്നു. അപ്പം എന്നിട്ടും ഞാൻ തളരാതെ പിടിച്ചു നിന്നു. കാരണം എനിക്ക് എൻ്റെ ഉമ്മയെ നോക്കണം. തളർന്ന് വീണ് കഴിഞ്ഞാലും എൻ്റെ ഉമ്മ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ആരും ഇല്ല. വാപ്പ പോയല്ലോ, പോയപ്പോ പിന്നെ എനിക്ക് ആരും ഇല്ല എന്നുള്ളൊരു ഇതില് വന്നു. എന്നിട്ട് ഞാൻ തളരാതെ പിടിച്ചു നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഞാനിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു ഷോയിൽ നിന്നും എനിക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പൊ ഇനി മുന്നോട്ട് എന്ത് എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുമായിരുന്നു. കാരണം പല ബുദ്ധിമുട്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പലതും പറയാൻ പറ്റത്തില്ലടോ. എന്നാലും ഞാൻ പറയുവാണ്, എനിക്ക് മറക്കാനാവാത്ത ഇൻസിഡന്റ്. തീർച്ചയായിട്ടും ആ മുന്നോട്ട് പോകണത് ഇനി എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുന്ന ഒരു സമയം, വഴിമുട്ടി നിന്ന ഒരു സമയം. അതെ, അങ്ങനെയാണ് കറക്റ്റായിട്ട് പറയാനുള്ളത്. വഴിമുട്ടി നിന്ന ഒരു സമയം. ആ ഒരു സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്ത, എന്നെ സഹായിച്ച ഒരു സാറുണ്ട്, അർജുൻ സാറ്. ഈ അർജുൻ സാറിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ പറയാം, ഞാൻ അങ്ങനെ നിന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സുമി എല്ലാവർക്കും പരിചിതമായിരിക്കും. സുമി എന്നെ പോലെയല്ല, അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. കോമഡി ഫീൽഡിൽ തന്നെ അറിയുന്ന ഒരാളാണ് സുമി. അപ്പോൾ അവളോട് ഞാൻ ചോദിക്കുവാണ്, എനിക്ക് എൻ്റെ ഈ ഒരു ഫീൽഡിൽ, എനിക്ക് ഈ ഒരു ഷോയിൽ എനിക്ക് നിലനിന്ന് പോകാൻ പറ്റുന്നില്ല, സാങ്കേതിക കാരണങ്ങളാൽ ബാക്കിലോട്ട് വലിയേണ്ടി വന്നു. അപ്പോൾ എനിക്കിനി മുന്നോട്ട് എന്തെന്ന് അറിയത്തില്ലടാ, എന്തെങ്കിലും ഒരു ഹെൽപ്പ്, എന്തെങ്കിലും ഒരു ഇത് വേണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഫ്ലവേഴ്സ് ചാനലിൽ ഇത് ഐറ്റം വേറെ എന്ന് പറയുന്ന ഷോ, അതിൽ വേക്കൻ്റ് ഉണ്ട്, നീ ഒന്ന് ശ്രമിച്ചാൽ കിട്ടും എന്നിങ്ങനെ വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, അതിലെ ഡയറക്ടറിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ അർജുൻ സാറ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പേഴ്സണലി എനിക്ക് അർജുൻ സാറിന് ഞാൻ വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള എനിക്കൊരു പ്രഷറും പേടിയൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരന്. ഇപ്പോഴും ഉണ്ട് കേട്ടോ, സത്യം പറയാമല്ലോ. എനിക്ക് സാർ എൻ്റെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. പക്ഷെ അത് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഇതായിരിക്കാം. എന്നിരുന്നാൽ പോലും എനിക്ക് സാറിനോട് ഇപ്പോഴും പേടിയല്ല, ഒരു ബഹുമാനമാണ്. ശരിക്കും പറഞ്ഞാൽ ബഹുമാനമാണ്. സാറാണ് എനിക്ക് ആ ഒരു ഫ്ലോറിലേക്ക് സാർ എന്നോട് വരാൻ പറഞ്ഞതും പിന്നെ എനിക്ക് അവിടെ പെർഫോമൻസ് ചെയ്യാൻ പറ്റി. ഇത്രയും കാലത്തിൽ ഞാൻ ഇത്രയും ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഫീൽഡിൽ ഇത്രയും നാൾ നിന്നതിൽ എന്നെ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞ് അംഗീകരിച്ചൊരു ഫ്ലോറാണ് ഫ്ലവേഴ്സ് ചാനൽ. അതിന് എന്നെ ഹെൽപ്പ് ചെയ്ത ആളാണ് അർജുൻ സാർ. ഞാൻ ഇനി മുന്നോട്ട് ഞാൻ രക്ഷപ്പെടുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. എന്നാൽ പോലും ഞാൻ എവിടെ പോയാലും, ഏത് എവിടെ എത്ര ഉയരത്തിൽ നിന്നാലും താഴ്ചയിൽ നിന്നാലും ഞാൻ മറക്കാത്ത സംഭവം ഇതാണ്. തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിന്റെ കയ്യൊപ്പം എന്നൊക്കെ പറയത്തില്ല, അതുപോലെയാണ് ഞാൻ കാണുന്നത്. എനിക്ക് ബഹുമാനമാണ്, എല്ലാം കൊണ്ടും എനിക്ക് സാറിനോട് എൻ്റെ ഒരു അവസ്ഥയിൽ എന്നെ സഹായിച്ച ഒരാളാണ്. അതുപോലെ നമ്മുടെ ചാനലില്ലെങ്കിൽ ഒന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഇതിന് മുന്നേ കുറേ പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സ് പോലും
അല്ലെങ്കിൽ ഞാൻ പോലും ഒക്കെ കൂടുതൽ അറിയുന്നത് ഈ ഐറ്റം വേറെ എന്നുള്ള പരിപാടിയിലൂടെയാണ്. കാരണം അതിലൂടെയാണ് നീ ഒരു സെലിബ്രിറ്റി ആണെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത്. ആയിട്ടില്ല, ഞാൻ കാല് വെച്ചത്. എന്റെ വാട്സപ്പിലൂടെയൊക്കെ ഞാൻ സ്റ്റാറ്റസിലൊക്കെ ഇട്ടപ്പോ തന്നെ അയ്യോ ഈ കുട്ടി ഇതിന് മുന്നേ പലതിലും അപ്പോഴാണ് അറിയുന്നത്, പലരും ചിന്തിക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു കുഞ്ഞു സെലിബ്രിറ്റി എന്ന് പറയാൻ പറ്റുന്നത് ഇതിൽ വന്നിട്ടാണ്. ഞാനൊരു ഇൻസിഡന്റിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് പറയാം. ഞാൻ ഒരിക്കലും എന്റെ ലൈഫ് ലോങ് മറക്കാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം തന്നെയാണ്. ഞാൻ അതുപോലെ ചാനലിൽ ഈ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സംഭവം, അതുകൊണ്ട് അതിലെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് എനിക്ക്. ദൈവം സഹായിച്ച് ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇമോഷണല് ഞാൻ കളയുവാണ്. ഇനി ഞാൻ നെക്സ്റ്റ് ചോദിക്കുന്നത് എന്താ പറയാ, ജാസ്മിൻ ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്താ, ജാസ്മിന്റെ കഴിവുകളെ കുറിച്ച് ജാസ്മിൻ തന്നെ പറയണം. അങ്ങനെ പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ല, നീ കഴിവുള്ള കുട്ടിയാണ് എന്താണെങ്കിലും, പക്ഷെ അത് എന്താ പറയാ പുറത്ത് കൊണ്ടുവരാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ എന്നാലും ജാസ്മിൻ എന്താണ് ജാസ്മിന്റെ കലാപരമായ വാസന, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിവുണ്ടോ, അല്ലെങ്കിൽ അതെന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞാൻ ഈ ഫീൽഡിലേക്ക് ആദ്യം ഞാൻ വരുന്ന ഡാൻസിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ ഡാൻസ് പഠിച്ച് ഞാൻ ഡാൻസിലേക്കാണ് ആദ്യം വരുന്നത്. ഏത് ക്ലാസിക്കലാണോ അതോ സിനിമാറ്റിക്? ക്ലാസിക്കൽ കളിക്കും, എങ്കിലും എനിക്ക് സിനിമാറ്റിക് ആണ് കൂടുതൽ ഒരു ഇത്. അപ്പോൾ അതിലോട്ടാണ് ആദ്യം വരുന്നത്. അതില് വന്നിട്ട് അതുവഴിയാണ് ഞാനൊരു ഷോർട്ട് ഫിലിം തേർഡ് ഐ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമിൽ ജോയിൻ ചെയ്തു. തേർഡ് ഐ മലയാളം ഷോർട്ട് ഫിലിം. ഞാൻ ഇനി വേണം അത് പോയി കാണാനായിട്ട്. ആ ഒരു ഇത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ കോമഡി സ്റ്റാർസിലോട്ട് പോയി. കോമഡി സ്റ്റാർസ് പിന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് എല്ലാ ചാനലിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഷോസിലും ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചിട്ടുള്ളത് ഫ്ലവേഴ്സ് ചാനലാണ്. ഡാൻസ് എന്നൊരു കഴിവുണ്ട്. ഇനി അത് കൂടാതെ അല്ല, ഇപ്പൊ ഡാൻസ് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ടോ ഇപ്പോഴും? തീർച്ചയായിട്ടും. ഞാനിപ്പോ ട്രിവാൻഡ്രം മാഗ്നെറ്റോയില് മാഗ്നെറ്റോ സമിതിയിലാണ് ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതൊരു സമിതിയായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഒരു പ്രോഗ്രാം അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം മാഗ്നെറ്റോ നമ്മുടെ കൊച്ചതിനകത്തുണ്ട്. പിന്നെ ഡാൻസ്, അതിൽ തന്നെ സ്കിറ്റ് ഉണ്ട്. അത് തന്നെയാണ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഞാൻ ഒരിക്കലും ഡാൻസ് പിന്നോക്കം വലിക്കില്ല. അപ്പോൾ അഭിനയം ഒരു കഴിവാണ്, ഡാൻസ് ഒരു കഴിവാണ്, പിന്നെ എല്ലാരെയും ചിരിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കഴിവ്. ഇനി കൂടാതെ പിന്നെ മൂളിപ്പാട്ട് പാടും. അങ്ങനെ എനിക്ക് പിന്നെ ഒരു 2 വരി പാടിപ്പിച്ചിട്ടേ പറ്റത്തില്ല. ഇല്ല, ഒരു 2 വരി മാത്രം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി. അങ്ങനെ വേണ്ട, എല്ലാവർക്കും ഒരേപോലെ ദാസേട്ടനും ചിത്ര ചേച്ചി നാവാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഒരു 2 വരി കേട്ടോ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീലേ താഴെ തളിരാർന്ന പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. അപ്പൊ ഒരു കാര്യം പറയട്ടെ, നേരത്തെ പറഞ്ഞ കുറച്ച് കഴിവുകൾ ഉണ്ടായിരുന്നല്ലോ, ആ കഴിവിന്റെ കൂട്ടത്തിൽ ഈ പാട്ടും കൂടി ഞാൻ ചേർക്കുവാണ്. നിനക്ക് പാട്ട് പാടാനുള്ള കഴിവ്. പക്ഷെ കേൾക്കാൻ അല്ല, അതില് നമുക്കിപ്പോ ഈ പാട്ട് പാടാൻ അറിയുന്ന ആൾക്കാരെ കേൾക്കുമ്പോ ഈ പെണ്ണിന് ഇത് എന്തിന്റെ ഇല്ലില്ല, ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് മതി. ഒരു പ്ലാറ്റ്ഫോം ഒക്കെ കിട്ടി, ചെറുതായിട്ടാണെങ്കിലും വലുതായിട്ടാണെങ്കിലും. ഇതുവരെ ജാസ്മിന് കിട്ടിയ അസറ്റ് എന്താണ്? അസറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫണ്ടല്ല, ജാസ്മിനെ എന്താണ് നേടിയെടുക്കാൻ പറ്റിയത്? എനിക്ക് സ്വന്തമാക്കാൻ പറ്റി എന്നുള്ള 3 ആൾക്കാരേ ഉള്ളൂ. ആളുകളാണ്. ശരി, മീൻസ് ആളുകളെന്ന് പറയാൻ പറ്റത്തില്ല. എന്റെ സ്വന്തം, എന്റെ 2 മക്കളും, എന്റെ ഹസ്ബൻഡും. ഇതാണ് എന്റെ ഏറ്റവും വലിയ അസറ്റ്. പിന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ ഒരു പൊന്നു മോളുണ്ട് ഞങ്ങൾക്ക്. എന്റെ അനിയത്തിയുടെ കുഞ്ഞ്, എന്റെ മോള്. അവളാണ്
അവളും എൻ്റെ മക്കളും എൻ്റെ ചേട്ടനാണ് എൻ്റെ ഏറ്റവും വലിയ അസറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ ഈ ഫീൽഡിൽ നിന്നിട്ട് എനിക്കൊന്നും അങ്ങനെ സമ്പാദിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ്റിയിട്ടില്ല. ഇന്ന് നാളെ അങ്ങനെ കഴിഞ്ഞു പോകുന്നടാ, അത്രേ ഉള്ളൂ. ദൈവം സഹായിച്ച് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇപ്പം ഈ ഒരു എന്താ പറയുക, ഒരു ഷോയിൽ കൂടി എനിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. വിശ്വാസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയ അസറ്റ് വല്ലതും ഉണ്ടോ? വിശ്വാസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയ അസറ്റുകളാണല്ലോ നീയൊക്കെ, നിങ്ങളൊക്കെ, എന്റെ കുറച്ച് സുഹൃത്തുക്കള്. അതെനിക്ക് വിശ്വാസത്തിന്റെ പുറത്ത് കിട്ടിയ കുറച്ച് അസറ്റുകളാണല്ലോ അല്ലേ? ജാസ്മിൻ, ഞാൻ അങ്ങനെ വിളിക്കുമ്പോൾ തന്നെ അടുത്ത ചോദ്യം എന്താണെന്നുള്ളൊരു ഭയമുണ്ട്. പക്ഷെ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതുവരെ ചോദിച്ചതുപോലെയുള്ള ചോദ്യമല്ല, ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ജാസ്മിൻ മുന്ന എന്താണ് എന്നുള്ളത് പ്രേക്ഷകരോട് തുറന്നു പറയണം. എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ഫിലോസഫി ഉണ്ട്. മീൻസ് ഞാൻ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതെനിക്ക് ശരിയാണ്, അത് മറ്റൊരാൾക്ക് ശരിയാവണമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം അവരത് തെറ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. ഒരാളെപ്പോലും ഉപദ്രവിക്കാതെ, മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും എനിക്കൊരാളെപ്പോലും ഉപദ്രവിക്കാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഇൻ്റർവ്യൂ കാണുന്ന ഒരാളാണെങ്കിൽ പറയത്തില്ലേ, അവള് എന്നോടത് ചെയ്തു പക്ഷെ ഞാനത് അറിയുന്നുണ്ടായിരിക്കില്ല അല്ലേ? അപ്പം ഞാൻ അവരോട് കൂടി മാപ്പ് ചോദിക്കുന്നു. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഫിലോസഫി ഉണ്ട്. ഞാനത് ആർക്ക് മുന്നിലും അത് വ്യക്തിപരമായിട്ട് മാറ്റി വയ്ക്കാൻ തയ്യാറല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ജാസ്മിൻ. പ്രേക്ഷകരോടായിട്ട് ജാസ്മിന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ലൈഫാണ്, എന്തു വന്നാലും ഇങ്ങനെ നിൽക്കുക, കരയാൻ പാടില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ജാസ്മിൻ മുന്ന. ചെറിയൊരു സീനിയർ ആർട്ടിസ്റ്റാണ്. ഒരു പക്ഷേ ചിലപ്പോൾ നാളെ വലിയൊരു സെലിബ്രിറ്റി തന്നെ ആയി മാറിയേക്കാം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി എനിക്ക് ജാസ്മിനെ കുറിച്ച് പറയാനുള്ളതും കൂടി പറയണമല്ലോ. അയ്യോ, അപ്പോൾ ജാസ്മിനെ ഞാനൊരു 12 വർഷങ്ങൾക്ക് മുമ്പാണ് പരിചയപ്പെട്ടത്. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു ഫാർമസിയിൽ ഒരു മേക്ക് ഓവർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ശരിക്കും ജാസ്മിൻ വരുന്നത്. ഒരു എടുത്തുചാട്ടക്കാരി, ഒരു ജാടക്കാരി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അങ്ങ് ഭയങ്കര ഒരു നമുക്ക് തോന്നുന്നു ഇവർക്ക് എന്താണ് ഇത്ര ജാട എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ ഫസ്റ്റ് എനിക്ക് ജാസ്മിനെ ഞാൻ പരിചയപ്പെടുന്നത്. അതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷേ ഒരു 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 ഒറ്റ മണിക്കൂർ കൊണ്ട് ജാസ്മിൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റിയൊരു സ്വഭാവമായിരുന്നു ശരിക്കും ജാസ്മിനെ. എന്നുവെച്ചാൽ അത്ര ഓപ്പണാണ്, ഭയങ്കര ഓപ്പണായിട്ട് വേഗം അടുക്കും. പിന്നെ ജാസ്മിനിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഇപ്പം ജാസ്മിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, എനിക്കത് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് വിഷമമൊക്കെ തോന്നും. വെച്ചാൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. അവിടെ ഒന്നും ചിന്തിക്കില്ല. ജാസ്മിൻ്റെ സാഹചര്യങ്ങളൊന്നും തന്നെ ജാസ്മിൻ നോക്കില്ല. ഒരാളെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തു ജാസ്മിൻ ഹെൽപ്പ് ചെയ്തിരിക്കും. ആ ഒരു ഒറ്റ കാര്യമാണ് കേട്ടോ ഈ 12 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ബോണ്ടിങ് ഫ്രണ്ട്ഷിപ്പ്. ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിലെനിക്ക് എടുത്തു പറയാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത, ഞാൻ എൻ്റെ ആരോട് ജാസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിലും ആദ്യമേ ഞാൻ ഇത് പറഞ്ഞു അതാണ് ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. കാര്യം ഒരു ചെറിയൊരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കാണ്. അതായത് എനിക്കൊരു മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ കിടക്കേണ്ടത്. അപ്പം അമ്മയ്ക്ക് സുഖമില്ലായിരുന്ന സമയമായതുകൊണ്ട് കൂട്ട് വന്ന് നിൽക്കാനൊന്നും അങ്ങനെ ആരും ഉണ്ടായിരുന്നു. 1 വീക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, വെള്ളം ഇറക്കാനും ഭക്ഷണം കഴിക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ട്രിപ്പ് ഇട്ട് ആ ഒരു ഇൻഫെക്ഷൻ മാറ്റണം. അങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരാഴ്ച, ഒരു 7 ഡേയ്സ് കിടക്കേണ്ടി വന്നു. അപ്പം എന്നെ കാണാനായിട്ട് മുന്നേ എൻ്റെ ജാസ്മിൻ്റെ കൂട്ടുകാരും വരുന്ന ഒരു ദിവസം ഒരു 6 ദിവസം കഴിഞ്ഞു, ഒരു 7ാമത്തെ ദിവസത്തിൽ ഡിസ്ചാർജ് ആവാറായി കിടക്കുവാണ്. അപ്പോൾ കൂട്ടിന് ആരും ഇല്ലാത്തതുകൊണ്ട് ഈ കയ്യിൽ ഈ കാനുല കുത്തിയിട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് ഈ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നീരൊക്കെ ആയിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ അവൾ വന്നപ്പോൾ ഞാനിങ്ങനെ ചൊറിയുവാ, എൻ്റെ ദേഹമൊക്കെ ഭയങ്കര ചൊറിഞ്ഞപ്പോൾ ഇങ്ങനെ അഴുക്കൊക്കെ ഇളകാൻ തുടങ്ങി. അപ്പം ഇവിടെ ചോദിച്ചു, ഈ ഒന്ന് കുളിക്കാൻ പറ്റിയില്ലേ? ഞാൻ പറഞ്ഞു, ആര് കുളിപ്പിച്ച് തരാനോ, അമ്മയ്ക്ക് വയ്യ, അമ്മയ്ക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണ്. പിന്നെ മോൻ ചെറുതാണ്. മുന്നേ ഒന്നും നോക്കിയില്ല കേട്ടോ, ഒന്നും നോക്കിയില്ല. എനിക്ക്
എന്നെ അപ്പോൾ അവിടുന്ന് എൻ്റെ കൂടെ പിറന്ന ഒരു ആൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എൻ്റെ അമ്മയ്ക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ അമ്മയ്ക്ക് പറ്റിയല്ല, ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും പറ്റും. പക്ഷെ എന്നാലും ആ ഒരു സാഹചര്യം എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി ആ മെഡിക്കൽ കോളേജിന്റെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഒന്നും നോക്കാതെ എന്നെ കൊണ്ടുപോയി നല്ല വൃത്തിയായിട്ട് എന്നെ കുളിപ്പിച്ച്, എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ, എൻ്റെ ഭയങ്കര ഫീലിങ്സ് ആണ് എന്തായാലും. പക്ഷെ ആ സമയം അത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആരും ചെയ്യില്ല കേട്ടോ. എന്നെ റെഡിയാക്കി കൊണ്ടുവന്ന് അവിടെ കിടത്തി അപ്പുറം ഇപ്പുറം ഉള്ളവര് സങ്കടം വന്നാലും അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ ചോദിക്കുന്നത് അനിയത്തിയാണ് അല്ലേ, അനിയത്തിയാണ്. അതെ, യെസ്, ഒരു അനിയത്തി തന്നെയാണ്. അതിലൂടെയാണ് ഇത് ഒരു 10 ഞാൻ ജാസ്മിനെ പരിചയപ്പെട്ട് 2 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഈ സംഭവം. അതിനുശേഷം ഇപ്പൊ ഒരു 10 വർഷത്തോളമായി. അപ്പൊ ഈ ഒരു അനുഭവം എനിക്ക് ഭയങ്കര വലുതാണ് എൻ്റെ ലൈഫിൽ. ഇക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ദൈവം സഹായിച്ച ആ സമയത്ത് എനിക്ക് പറ്റുന്ന ഒരു കാര്യമായിരുന്നു അത്. മനസ്സിലായില്ലേ? എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കാനും എല്ലാവരുടെ കൂടെ നിൽക്കാനും സന്തോഷമായിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരുപാടായിട്ടുണ്ടെങ്കിലും അതെനിക്ക് ഒരുപാട് വിനയെ തന്നിട്ടുള്ളൂ. എങ്കിലും ഞാൻ പറയുവാണല്ല, എനിക്കെപ്പോഴും സന്തോഷമായിട്ടിരിക്കാനും മറ്റുള്ളവരെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാനും ആടിപ്പാടി നടക്കാനുമാണ് എനിക്കിഷ്ടം. എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഞാൻ മറന്നിട്ട് അങ്ങനെ ഞാനായിട്ട് ഇരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവര് അങ്ങനെ തന്നെ അങ്ങ് പൊക്കോട്ടെ. അപ്പൊ എൻ്റെ ഏറെ കാലത്തെ ആഗ്രഹമായിരുന്ന ഒരു ഇന്റർവ്യൂ എൻ്റെ തന്നെ ഡിയർ ഫ്രണ്ട് ജാസ്മിൻ മുന്നേ ഫിനിഷ് ചെയ്ത് തന്നു. അപ്പൊ ഏതാണെങ്കിലും എൻ്റെ ഇന്റർവ്യൂവിൽ നിന്നും എൻ്റെ ഡിയർ ഫ്രണ്ട് ജാസ്മിൻ ഒരു ഉയരത്തിലേക്ക് എത്തട്ടെ, ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായി. ഉയരത്തിലേക്ക് എത്തുവാണ്. അപ്പൊ ടാറ്റാ ബൈ ബൈ.